വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. വല്ലാതെ വേദനിപ്പിച്ചതാ. അമ്മ പറഞ്ഞു, ആപത്ത് വരുമ്പോൾ സഹസ്രനാമം ജപിച്ചാൽ മതി എന്ന് അച്ഛൻ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ ആപത്തിൽ നിന്ന് മോചനം ഉണ്ടാവാനുള്ള ഒരു ഇതാണ് സഹസ്രനാമ ജപം. അപ്പോൾ അത് കേട്ട് ഞാൻ എല്ലാ ദിവസവും പോയി സഹസ്രനാമം ജപിക്കും അമ്പലത്തിൽ. ഗുരുവായൂരമ്പലത്തിൽ പോവാലോ. അതെന്നെ മുടക്കി അങ്ങോട്ട് വരാൻ പാടില്ല പറഞ്ഞു. എന്താ കാരണം ചോദിച്ചാൽ ആർക്കും അറിയില്ല. വേദനിപ്പിക്കുന്നൊരു വിവരമായിരുന്നു അത്. അതിന് പല കാരണങ്ങളുണ്ടാവും. എന്നെ രക്ഷിക്കാൻ വേണ്ടി, ഞാൻ എന്നെ രക്ഷിച്ചാന്നും വിചാരിക്കണില്ല കേട്ടോ. ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത് തന്നെയാണ്. എന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പ്രചരണം തുടങ്ങി. വല്ലാത്തൊരു ഭീതി, ഉടനെ അറസ്റ്റ് ചെയ്യും എന്നാണ് ന്യൂസ്. കുറച്ചല്ല, ഒരു വല്ലാത്തൊരു വേദനയായിരുന്നു അത്. അത് സത്യത്തിൽ നമസ്കാരം. ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഗുരുവായൂരപ്പനെ സേവിക്കാനായിട്ടാണ് ഉണ്ടായത്. അതിൽ നിന്നേ ബാക്കിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഗുരുവായൂരപ്പനെ സേവിക്കുന്നതിൽ നിന്നേ ബാക്കിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എന്താ അങ്ങനെ ചോദിച്ചാൽ, ഞങ്ങൾ പാരമ്പര്യ കുടുംബക്കാരാണ്. ഗുരുവായൂരമ്പലത്തിലെ കീഴ്ശാന്തി പ്രവൃത്തി പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അച്ഛൻ ഓർമ്മ വെച്ച നാൾ മുതൽ പറഞ്ഞു തന്നത് ജനിച്ചത് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്നാണല്ലോ ഇത് തെടുങ്ങുക. ജനിച്ചത് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടാണ്. ഗുരുവായൂരപ്പന് വേണ്ടി പണിയെടുക്കാൻ, എനിക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ അല്ല, ഗുരുവായൂരപ്പന് വേണ്ടി പ്രവൃത്തി ചെയ്യാനാണ് ജനിച്ചത്. അപ്പോൾ അതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്. അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു ശരിയെന്ന് പിൽക്കാലത്ത് തോന്നിയിട്ടുണ്ട്. പല പരീക്ഷണങ്ങളിലൂടെ നടന്നു കയറി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് തോന്നലും ഓർമ്മിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അനുഭവം കൊണ്ടാണ് പറയുന്നത്. അതിലൊരു ഉദാഹരണം പറയണത് എന്താ വെച്ചാൽ, വിദ്യാഭ്യാസത്തിന് വരെ സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടില്ല. വിദ്യാഭ്യാസം ഒരു പ്രധാന വിഷയമായിരുന്നില്ല എന്നർത്ഥം. വേണമെങ്കിൽ പഠിക്കാം, വേണ്ടെങ്കിൽ പഠിക്കണ്ട. സ്കൂളിൽ പോകുക വെച്ചാൽ വേണിച്ച പൊക്കോ, വേണ്ടെങ്കിൽ പോകണ്ട. അച്ഛൻ കൊണ്ടാക്കുകയില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞേക്കുക. ഇന്ന് ഞാനൊക്കെ എൻ്റെ കുട്ടികളെ കൊണ്ടാക്കണ പോലെ അച്ഛൻ ചെയ്തിട്ടില്ല. അത് അച്ഛൻ്റെ കുറ്റമല്ല കേട്ടോ, അച്ഛനെ കുറ്റമായിട്ടല്ല പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു തന്നത് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെട്ടത് അപ്പോഴാണ് നൃത്തം. എന്താ കാരണം വെച്ചാൽ, സ്കൂളിലേക്ക് പോയി കുറേ പഠിക്കുകയല്ല വേണ്ടത്, അമ്പലത്തിലെ പ്രവൃത്തിക്ക് ഉത്തരവാദിത്വത്തോടു കൂടി നിൽക്കണം എന്നാണ് പറഞ്ഞത്. അമ്പലത്തിലെ പ്രവൃത്തി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പഠിക്കാൻ പൊക്കോ, അല്ലാണ്ട് പഠിത്തം കഴിഞ്ഞ് വന്നിട്ട് അമ്പലത്തിലെ പണിയെടുക്കുകയല്ല എന്നർത്ഥം. ഇന്നൊക്കെ നമ്മുടെ കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുകയാണല്ലോ, അവരെ പണിയെടുക്കാനൊന്നും സമ്മതിക്കില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളോടൊക്കെ പഠിപ്പിച്ചതെന്ന് എന്താ വെച്ചാൽ, പഠിക്കലൊന്നും ഒരു പ്രധാന വിഷയമല്ല. അത് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നിൽക്കുക, ഇവിടെ ഗുരുവായൂരപ്പന് വേണ്ടി സേവനം ചെയ്യുക. അത് എന്താ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടൊക്കെ സഹിക്കുക. ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന്. ഇതിൽ അന്നും ഇന്നും ശ്രദ്ധപ്പെടുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പോയിൻമെൻ്റ് ഇല്ല, റിട്ടയർമെൻറ്റും ഇല്ലാത്ത ഒരു വിഭാഗമാണ്. ഒരു അപ്പോയിൻമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ജനനമാണ് അപ്പോയിൻമെൻ്റായിട്ട് ഉദ്ദേശിക്കുന്നത്, മരണമാണ് റിട്ടയർമെൻറ്റും. അല്ലാണ്ട് മരിക്കണവരെയും ആരോഗ്യം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി കുളിച്ച് തൊഴുത് എന്തൊക്കെയാണ് വയ്ക്കണത് പണിയെടുക്കാം. എന്താ വയ്ക്കണ വെച്ചാൽ പണിയെടുക്കാം. ഒരാളും ചോദ്യം ചെയ്യില്ല എന്നർത്ഥം. പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞു എന്നുള്ള കാലം മാറ്റുമെന്ന് അറിയില്ല. എന്നാലും അങ്ങനെ ഒരു സംഭവം അങ്ങനെയാണ് നടന്നു വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അനുഭവങ്ങൾ വരുന്നത്, കട്ടിച്ച് എപ്പോഴാണ് ജോലിയിൽ പ്രവേശിക്കുക, അമ്പലത്തിലെ പ്രവൃത്തി ചെയ്യാൻ പറ്റുക വെച്ചാൽ, നമ്മളെ ജീവിതത്തിൽ ബ്രാഹ്മണർക്കല്ല, എല്ലാവർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കൊക്കെ ഉണ്ടെങ്കിലും ബ്രാഹ്മണരാണ് കൃത്യമായിട്ടത് ആചരിച്ച് വരുന്നത്. ഷോഡശക്രിയകൾ, ജനനം മുതൽ മരണം വരെ കുറേ ക്രിയകൾ ചെയ്യാണ്ട്. അങ്ങനെ ക്രിയകൾ ചെയ്യുമ്പോൾ ഇവൻ ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായി ആ ബ്രാഹ്മണനായി ജോലി ചെയ്യാനുള്ള അർഹത നേടുള്ളൂ എന്നാണ് പൗരാണികന്മാർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. അതിൽപ്പെട്ടതാണ് ഈ ജാതകർമ്മം മുതൽ ഓരോ ക്രിയകൾ.
ചോറൂണ്, ഉപനയനം, സമാവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഉപനയനം, സമാവർത്തനം എന്നീ ക്രിയകൾ കഴിഞ്ഞാലേ ഈ ക്ഷേത്ര പ്രവൃത്തിക്ക് കയറി പ്രവൃത്തി ചെയ്യാൻ അർഹനാവുള്ളൂ. സമാവർത്തനം കഴിയണം. ഈ സമാവർത്തനം ഏകദേശം കഴിയുക 7 മുതൽ 10 വയസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു 9 വയസ്സൊക്കെ ആയപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ട്, സമാവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമാവർത്തനം കഴിഞ്ഞ നാൾ മുതൽ ക്ഷേത്ര പ്രവൃത്തിയിൽ വ്യാപൃതനായിട്ടുണ്ട്. അച്ഛൻ്റെ കയ്യും പിടിച്ച് പ്രവൃത്തിക്ക് പോകും. 7 വയസ്സ് 9 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അത്രയല്ലേ ആവുള്ളൂ. പക്ഷേ അന്ന് വലിയ ആളായി എന്നാണ് തോന്നുക, വലിയ ആളായും കൊണ്ടാണ് പോവുക. കാരണം ഈ ഗുരുവായൂരപ്പനൊരു പ്രത്യേകത ഉണ്ട്. അവനവൻ്റെ ആൾക്കാരങ്ങനെ വലുതാക്കാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. അവന് ചെറുതാവാൻ ആരെയും സമ്മതിക്കില്ല, വലുതാക്കുള്ളൂ. അങ്ങനെ ആവാൻ ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെ കൊണ്ടുപോയി അമ്പലത്തിൽ പോവും, വഹിക്കണ പണിയെടുക്കും. അന്നൊന്നും ആരുമില്ല അമ്പലത്തിൽ. ഒരു 53 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയണത്. അന്നൊന്നും ആരുമില്ല, കൂരിയിരുട്ടാണ്. വലിയ വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ്, എണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇലക്ട്രിക് ലൈറ്റൊന്നുമില്ല. അമ്പലം കത്തുന്ന കാലഘട്ടം എന്നൊക്കെ പറയാൻ വേണമെച്ചാൽ 70 കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള അമ്പലത്തിൽ പോയി കുറേശ്ശെ അമ്പലത്തിലെ പ്രവൃത്തികൾ ചെയ്യും. അച്ഛൻ്റെ ഒപ്പം നിന്ന് കണ്ടു പഠിക്കുക, അല്ലാണ്ട് പഠിപ്പിച്ച് തരുമൊന്നുമില്ല. അച്ഛൻ ചെയ്യണത് കാണുക, അതിങ്ങനെ പഠിക്കുക, നമുക്ക് വഹിക്കണത് ചെയ്യുക. നമുക്കൊന്നും എടുക്കാനൊന്നും പറ്റില്ല, വലിയ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ പ്രവൃത്തികളൊക്കെ ചെയ്യുക. ഇത് കഴിഞ്ഞ് സ്കൂളിൽ പോവുക. അപ്പോൾ ഈ സ്കൂളിൽ പോകുമ്പോഴൊന്നും ഈ പഠിക്കണം എന്നുള്ള താല്പര്യം ഇല്ലേ ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ കൂടുതലായിട്ടും ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളാണ് മനസ്സിലെപ്പോഴും ഉണ്ടാവുക. അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ തോന്നുന്നത്. എങ്കിലും സ്കൂളിൽ പോവും, സ്കൂളിൽ പഠിക്കാണ്ട് വയ്യല്ലോ. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം 7ാം ക്ലാസ് കഴിഞ്ഞു. 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ ചേർന്നു. ഹൈസ്കൂളിൽ നിന്ന് SSLC ആയി. ഈ SSLC ആയപ്പോഴൊക്കെ സ്കൂളിൽ പോകാൻ മടിയാണ്, ഇടയ്ക്ക് വേണം തോന്നില്ല. എങ്കിലും പോവും. തോറ്റപ്പോൾ അച്ഛൻ ഇനി പഠിക്കണ്ട പറഞ്ഞു. പഠിക്കണ്ട പറഞ്ഞപ്പോൾ ഒരു വാശിയായി. അങ്ങനെ പഠിക്കണ്ട പറഞ്ഞാൽ വയ്യല്ലോ. അങ്ങനെ പഠിച്ചു, പാസ്സായപ്പോൾ പിന്നെ കോളേജിൽ പോകണമെന്ന് തോന്നി. അപ്പോഴും അച്ഛൻ പറഞ്ഞു കോളേജിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലപ്പോൾ പഠിക്കണം തോന്നി. നേരെ കോളേജിൽ പോയി. ഒറ്റയ്ക്കാണ് കോളേജിൽ പോയി ചേർന്നത്. അച്ഛനൊന്നും എൻ്റെ ഒപ്പം വന്നിട്ടില്ല. അവിടുത്തെ ആരോരാൾ എൻ്റെ രക്ഷിതാവായിട്ട്, ഒരാൾ രക്ഷിതാവ് വേണം. അപ്പോൾ ആരോരാൾ ഞാനാ രക്ഷിതാവ് പറഞ്ഞു. അങ്ങനെയൊക്കെ എൻ്റെ ഓർമ്മ മാത്രമേ ഉണ്ടായുള്ളൂ. ശ്രീകൃഷ്ണ കോളേജിൽ പഠിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി പഠിക്കണം തോന്നി. അപ്പോഴേക്കും അമ്പലത്തിലെ പ്രവൃത്തികളൊക്കെ ഉത്തരവാദിത്തോടു കൂടി എടുക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് കറസ്പോണ്ടൻസ് കോഴ്സൊക്കെ ആയിട്ട് പഠിച്ച് വിദ്യാഭ്യാസം ഡിഗ്രിയിൽ വരെ എത്തിച്ചു. അങ്ങനെ ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിയുന്നതിൻ്റെ മുമ്പേ തന്നെ ആ കാലഘട്ടത്തിൽ അച്ഛൻ മരിച്ചു. അപ്പോൾ പിന്നെ ചുമതലകൾ കൂടി. പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പഠിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. അമ്പലത്തിൽ മാത്രമായി. പക്ഷേ ഈ സമയത്തൊക്കെ സാമ്പത്തിക വരുമാനം വളരെ കുറവാണ് ഗുരുവായൂർ അമ്പലത്തിൽ. പ്രവൃത്തിയും വലിയ ധാരാളമൊന്നുമില്ല. ഏട്ടനുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും. അപ്പോൾ തോന്നി ഈ ജോലി ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ജോലി കിട്ടാൻ ശ്രമിച്ചു. ആര് ജോലി തരേണ്ടത് നമുക്ക് ഒന്നാമത് നമ്പൂതിരിയായി ജനിച്ചു, അപ്പോൾ തന്നെ ജോലിയില്ല. രണ്ടാമത് നമുക്ക് ആരും അത്ര ഇതിനോട് സംബന്ധിക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള പരിജ്ഞാനവും ഇല്ല, അതും കിട്ടില്ല. അപ്പം അങ്ങനെയല്ല, ജോലി വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് അദ്ദേഹം കേട്ടു തോന്നി. ഈ ഗുരുവായൂരപ്പനെ നടക്കല്ലേ, ജോലി വേണം പറഞ്ഞു, എന്നാൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ശരിയാക്കി തന്നെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന ഒരു ഭക്തൻ അദ്ദേഹത്തിനെ പരിചയമായി. ഇന്നും അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട് ഞാൻ. അദ്ദേഹം വളരെ വയസ്സായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഞാൻ അറിയുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം മറന്നിട്ടില്ല. അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ജോലി വേണം, അത് ശരിയായി തരാം പറഞ്ഞു. ജോലിക്ക് വിഷയമൊന്നുമില്ല പറഞ്ഞു. അവിടെ കാശൊക്കെ കുറച്ചേ കിട്ടുള്ളൂ, ഇവിടുത്തെ പോലെ വളരെ കുറച്ചേ കിട്ടുള്ളൂ. നല്ല ബുദ്ധിമുട്ടും വേണം ജോലി ചെയ്യാൻ പോയാൽ എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടാ വിഷയമൊന്നുമില്ല, അങ്ങനെ പോകാമല്ലോ, എവിടേക്കാച്ചാൽ പോവാം. അതും അങ്ങനെ ജോലി കിട്ടിയത് ഗവൺമെൻറ് സ്ഥാപനത്തിലായിരുന്നു. കെൽട്രോണിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇന്ന് ഞാൻ ആ ജോലിയിൽ നിന്നിരുന്നെങ്കിൽ ധാരാളം പെൻഷനൊക്കെ മേടിച്ചിട്ട് സുഖമായിട്ടിരിക്കാവുന്നൊരു സ്ഥലമാണത്. കെൽട്രോണിലാണ് കിട്ടിയത്. പക്ഷേ എന്നെ അപ്പോയിൻറ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് ഇവിടുന്ന് പോയി അമ്പലത്തിലെ ഇതൊക്കെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും ആ ജോലി എന്നുള്ള ഒരു ഇത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാവാം ഒരു പക്ഷേ. ഇല്ലെങ്കിൽ പലതും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ മനുഷ്യനല്ലേ, പല കാരണങ്ങളുണ്ടാവാം. അങ്ങനെ പോയി ജോലി ചെയ്തു. 2 മാസം കൂടുമ്പോൾ ഗുരുവായൂർക്ക് വരും ഞാൻ. അവിടെ നിൽക്കാൻ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല. അപ്പം ഇങ്ങോട്ട് പോരും. 2 മാസം ഇവിടെ വന്ന് ഒരു 10 ദിവസം ഇവിടെ നിന്നിട്ട് ലോസോപ്പേ കാശൊന്നും കിട്ടില്ല, ലീവ് എടുക്കാൻ കാശൊന്നും കിട്ടില്ല. ഇവിടെ വന്ന് കുറേ നേരം അമ്പലത്തിലൊക്കെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകും. ഇവിടെ അമ്പലത്തിലൊക്കെ ആ കാലത്ത് ഓടിക്കളിക്കുന്ന ആൾക്കാരൊന്നുമില്ല, ഓടിക്കളിക്കാൻ നമുക്കൊക്കെ ധാരാളം സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അങ്ങനെ എന്ത് ചെയ്തു, അതിൻ്റെ കൂടുതൽ കഥ പറയുന്നില്ല. അങ്ങനെ അവസാനം ഒരു 4 കൊല്ലത്തോളം ജോലി ചെയ്ത് ഞാൻ റിസൈൻ ചെയ്തു.
ഗുരുവായൂരിൽ പോകാൻ പറ്റില്ല എന്ന് ഏകദേശം തോന്നി മനസ്സിൽ. അങ്ങനെ റിസൈൻ ചെയ്ത് പോന്നു. പിന്നീട് ഇവിടെ വന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 1-2 ചെറിയ ജോലികളൊക്കെ ചെയ്തു. ആ ജോലിയുടെ ജ്വരം മനസ്സിലുണ്ടാവുകൊണ്ട് 1-2 ദിക്കിലൊക്കെ ജോലിക്കൊക്കെ പോയി. താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആൾക്കാരൊക്കെ ഈ അന്നും ഈ ഗുരുവായൂർ എനിക്ക് ഒരു ഗുരുവായൂർ അമ്പലത്തിലെ പ്രവൃത്തി അല്ലാണ്ട് ഞാൻ ചെയ്തിരുന്ന സംഭവം പെരുന്തട്ട ശിവക്ഷേത്രത്തിൻ്റെ ഭരണാധികാരമാണ്. അതന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അന്നും പെരുന്തട്ട അമ്പലത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോടി നടക്കും. 24 മണിക്കൂർ 24 മണിക്കൂർ ഓടും. രാത്രിയും പകലൊന്നും ഇല്ലാണ്ട് ഓടുകയാണ് സമ്പ്രദായം. ഇപ്പോഴും ഈ അമ്പലത്തിൻ്റെ പെരുന്തട്ട ശിവക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യത്തിലുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയപ്പോൾ ഈ കാലത്തൊക്കെ ധാരാളം അനുഭവങ്ങൾ, ഓരോ ദിവസങ്ങളും ഓരോ സെക്കൻഡും ഗുരുവായൂരപ്പൻ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പലതുണ്ടെങ്കിലും ഒന്ന് വളരെ വിശദമായിട്ട് നമുക്ക് തോന്നിയൊരു അനുഭവം പറയാം. ഞാനൊരു 10 വയസ്സ് ഇപ്പോൾ പണിയെടുത്ത് തുടങ്ങി പറഞ്ഞല്ലോ, പ്രവൃത്തി എടുത്ത് ചെയ്തിരുന്നു. ആനപ്പുറത്ത് കയറും. അന്ന് ആനപ്പുറത്ത് കയറുക കുട്ടിയാകുമ്പോൾ തന്നെ വലിയ മോഹ. അപ്പോൾ ആനപ്പുറത്ത് കയറുക, ദിവസേന ആനപ്പുറത്ത് കയറുക, ദിവസമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ വഴിപാടുണ്ടാവുള്ളൂ, അപ്പോഴേ കയറണ്ടു. അന്നൊരു ദിവസം ഉണ്ടായ വലിയൊരു അനുഭവം, ഞാൻ ആനപ്പുറത്ത് നിന്ന് വീണു എന്നുള്ളതാണ്. വീണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 അടി ഉയരത്തുനിന്ന് ഇങ്ങോട്ട് ഇരിക്കുക തന്നെ നിലത്തേക്ക്, ഈ കരിങ്കല്ല് വിരിച്ച സ്ഥലത്തേക്ക് വീണാൽ സാമാന്യന് എന്തെങ്കിലും പറ്റേണ്ടതാണ്. പക്ഷേ ഒന്നും പറ്റിയില്ല. ഞാൻ കുട്ടിയാണ് താനും, ഈ 10 വയസ്സിൻ്റെ പ്രായമുള്ളൂ എനിക്ക്, 10-11 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ താഴത്തേക്ക് വീണ വഴിക്ക് ആൾക്കാർ ഓടിക്കൂടി എന്നെ എടുക്കാൻ. ഞാൻ കുട്ടിയല്ലേ, കണ്ടാലും കുട്ടിയാണ്, ഇപ്പോഴത്തെ പോലെ തടിയൊന്നുമില്ല ഞാൻ. അപ്പോൾ പിടിക്കാൻ വന്നപ്പോൾ തൊടരുത് പറഞ്ഞു, ശുദ്ധന്മാരും തൊട്ടാൽ അത് തൊടാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ ആനപ്പുറത്തേക്ക് കയറും ചെയ്തു. വീണോടത്ത് നീറ്റ് അപ്പം തന്നെ മുളയ്ക്ക് കയറി. ഈ ആനപ്പുറത്ത് കയറുക എന്നുള്ള ആ ജ്വരമാണല്ലോ മനസ്സിലുള്ളത്, അത് കയറി. അപ്പോഴേക്കും ഓരോരുത്തർ ഓടി വന്നു, എന്താ ഇറങ്ങിക്കോളൂ, ഇരിക്കേണ്ട, ആനപ്പുറത്ത് ഇരിക്കേണ്ട, വീണതല്ലേ, വല്ലതും പറ്റിയിട്ടുണ്ടാവും. എനിക്കൊന്നും പറ്റിയിട്ടില്ല ഒന്നും. ഞാൻ ഇറങ്ങിയതുമില്ല. അവിടെ അല്ല അതിൻ്റെ മഹത്വം കിടക്കുന്നത്. എന്ന് നാമജപമുണ്ട് അമ്പലത്തിൽ, ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നാമജപമുണ്ട്. അങ്ങനെ ഞാൻ നാമജപത്തിന് പോയി, നാമജപത്തിന് ഇരുന്നപ്പോൾ ഈ ആഞ്ഞത്തിൻ്റെ പ്രഭാഷണമുണ്ട്. അടുത്ത് ചെന്നിരുന്ന ഉറക്ക നാമം ചോദിച്ചാൽ 2 പഴം തരും. ഈ പഴം കിട്ടാനാണ് നാമം ജപിക്കാൻ പോകണമല്ലോ, നാമം ജപിച്ചാൽ പുണ്യം കിട്ടും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ, കുട്ടിയായിട്ടിരിക്കുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആഞ്ഞം ഈ പ്രഭാഷണം നടക്കുമ്പോൾ എന്നും അദ്ദേഹം പറയും, ഗുരുവായൂരപ്പൻ രക്ഷിക്കുന്ന ആളാണ്, ശിക്ഷിക്കുന്ന ആളല്ല, എല്ലാവരെയും രക്ഷിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് രക്ഷിച്ച കുട്ടിയാണ് ഈ ഇരിക്കുന്നത് പറഞ്ഞു. അത് സത്യത്തിൽ അതന്ന് അതിൻ്റെ വില അറിഞ്ഞില്ല. ഞാൻ വില അറിയില്ല. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ എന്താ ഇപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ലല്ലോ. ഒരു പഴം കൂടി കൂടുതൽ തരും ചിലപ്പോൾ, അതിനെ പറഞ്ഞതെന്നേ അറിയുള്ളൂ. പിന്നീടാണ് ഞാൻ കുറച്ച് വലുതായതല്ല, കുറച്ച് വളർന്നപ്പോൾ, വലുതായിട്ടൊന്നുമില്ല, വളർന്നപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇദ്ദേഹം നമ്മളെ രക്ഷിക്കാനുള്ള ആളാണ് എന്ന് ഉറപ്പായി. പല സന്ദർഭങ്ങളിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അത് ഒന്നും പറ്റിയില്ല എന്നുള്ളത്. പിന്നീട് പലതും കൈയൊടിഞ്ഞു, അടുപ്പിൽ വീണു, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു തരി വേദന അനുഭവിപ്പിക്കാറില്ല. അതാണ് വേറൊരു അത്ഭുതം. കൈയൊടിഞ്ഞു, എല്ലൊക്കെ പൊട്ടി, ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. കയ്യായിട്ടുണ്ടായിട്ടുണ്ട്, ഒരു മാസം 6 മാസമൊക്കെ ഞാൻ റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊരു സഹിക്കാൻ വയ്യാത്തൊരു വേദന അനുഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലൊക്കെ അത്ഭുതം ഉണ്ടായത് ഒരു മാർച്ച് 31-ാം തീയതി, ഡേറ്റ് കൊല്ലം ഓർമ്മയില്ല, ഞാൻ അടുപ്പിൽ വീണിട്ട് ഇരുമ്പിൻ്റെ കുറ്റിയാണ്, അത് ഈ തുടയിലോട് തുളച്ച് കയറി. ഞാൻ ഇറങ്ങി ഓടി പുറത്തേക്ക്. കാരണം ഇറങ്ങി ഓടിയത് 2 കാരണം കൊണ്ടാവാം. ഒന്ന് പ്രാണവേദന കൊണ്ടാവാം, 2 അവിടെ രക്തം വീഴാൻ പാടില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ രക്തം വീണാൽ അശുദ്ധമാവുമല്ലോ. ഇത് മനസ്സിലുണ്ടായിണ്ടോ അതോ എൻ്റെ രക്തം വീണ് അശുദ്ധമാക്കണ്ടെന്ന് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചോ എന്നറിയില്ല. ഇറങ്ങി പുറത്തേക്ക് ഓടി. ഉടനെ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ എന്നെ പ്രത്യക്ഷത്തിൽ എൻ്റെ രോഗമൊന്നും കാണാത്തതുകൊണ്ട് ആൾക്കാരെന്താ പേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തുട പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു. നേരെ ദിവസം ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അത് നല്ലോണം ആഴമുണ്ട്, ഇവിടെ അതിനുള്ള സൗകര്യമില്ല എന്നുള്ളൂ. അങ്ങനെ നേരെ കുന്നംകുളത്ത് കൊണ്ടുപോയി, ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
നല്ലോണം കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യണം പറഞ്ഞു. 10 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു. എനിക്ക് വേദനയൊന്നുമില്ല, പക്ഷെ അവിടുന്ന് വിടുന്നില്ല അവർ. അത് പഴുത്തെങ്കിലോ പേടിച്ചിട്ട്, തുടയിലാണേനും അതാണ്. പക്ഷേ എൻ്റെ മനസ്സിലൊരു വേദന. മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 10 14 വിഷുവാണ്. വിഷുവിന് കണി കാണണം. ഞാൻ ശ്രീകൃഷ്ണത്ത് പോവാറുണ്ട്. അപ്പം അത് പറ്റില്ലേ എന്നൊരു വിഷമെന്നൊന്നും പറയാൻ വയ്യ. ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്തോ ഒരു തോന്നൽ. 11 ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കിങ്ങനെ 14 വിഷുവാണ്, പോയി കുളിച്ച് തൊഴുതാൽ തിരക്കിടില്ല. അപ്പോൾ സ്റ്റിച്ച് എടുക്കാണ്ടേ പോകാൻ പറ്റില്ലല്ലോ. സ്റ്റിച്ച് ഉണ്ട് കാലിൻ്റെ ഇടയിൽ, കുളിക്കണ്ടേ, അമ്പലക്കുളത്തിൽ പോയി കുളിക്കണ്ടേ. അപ്പോൾ സ്റ്റിച്ച് ഉണ്ടേനും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ വരൂ, നാളെ നോക്കാം. പിറ്റേ ദിവസം ചെന്നു. 12 ചെന്നു. 12 ചെന്നപ്പോൾ ഒരു സ്റ്റിച്ച് അല്ലാത്തൊക്കെ എടുത്തു തന്നു അദ്ദേഹം. ഒരു സ്റ്റിച്ച് ബാക്കിയുണ്ട്. നാളെ 13 മറ്റന്നാൾ 14 14 രാവിലെ 2 മണിക്ക് കുളിച്ചകത്തേക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, വീണ്ടും അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കൊരു മോഹമുള്ളൂ കേട്ടോ, ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞ് കേൾക്കണം, അല്ലാതെ ഡോക്ടർ പറഞ്ഞ് കേൾക്കാണ്ട് ഇരിക്കാൻ വയ്യല്ലോ. ഡോക്ടറെ അടുത്തേക്ക് വരുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ കേൾക്കാണ്ട് പറ്റില്ല, അത് കേൾക്കണം എന്നും പറഞ്ഞു. അപ്പോഴും ഡോക്ടർ സമാധാനിപ്പിച്ചു, സാരമില്ല, ഒരു കാര്യം ചെയ്യൂ, നാളെ 13 വൈകുന്നേരം വരൂ, നമുക്കൊന്നുകൂടി നോക്കാം, ഗുരുവായൂരപ്പൻ നിശ്ചയിക്കണ പോലെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. 13 വീണ്ടും പോയി. അങ്ങ് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, മുഴുവൻ ഉണങ്ങിയിട്ടൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അഴിച്ചു തരാം. നാളെ രാവിലെയല്ലേ കുളിക്കേണ്ടത്, നാളെ രാവിലെ 2 മണിക്ക് കുളിച്ചോളൂ, പോയിട്ട് കുളിക്കുന്ന സമയത്ത് കെട്ടഴിച്ചിട്ട് കുളിക്കുക. കുളി കഴിഞ്ഞ് അമ്പലത്തിനകത്ത് പോയി കണിയൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നാൽ വീണ്ടും കെട്ടുക, പിന്നെ എന്നോട് ചോദിച്ചിട്ട് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കെന്താ പറഞ്ഞില്ല. അങ്ങനെ വന്നു, കണി കണ്ടു. എല്ലാവർക്കും അത്യത്ഭുതമായി. എനിക്കെന്നെ അത്ഭുതമുണ്ട്, കാണുന്നവർക്കൊക്കെ അത്യത്ഭുതമായി. ഇത് എന്താ പറ്റിയത്, കഴിഞ്ഞോ, മാറിയോ, ഉണങ്ങിയോ എന്നൊക്കെ ചോദിച്ചിറങ്ങി. ഉണങ്ങിയിട്ടൊന്നുമില്ല, ഗുരുവായൂരപ്പൻ വന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കി പോരും ചെയ്തു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളെന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതങ്ങോട്ട് ശരിയാക്കി തരിക. അതിനൊരു വിഷമമില്ല എന്നർത്ഥം. അതൊരു വല്ലാത്ത അനുഭവം. അത് ഇത് കൈയൊടിഞ്ഞപ്പോഴും ഉണ്ടായി. അതേപോലെ കൈയൊടിഞ്ഞ് കെട്ടഴിക്കണത് അഷ്ടമിരോഹിണീൻ്റെ 2 ദിവസം മുമ്പെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അഷ്ടമിരോഹിണി ഒന്ന് കുളിക്കാൻ പറ്റുമോ? ഇനി അടുത്ത കൊല്ലമില്ലേ അഷ്ടമിരോഹിണി ചോദിച്ചു. ഇപ്പോൾ ഡോക്ടർ അവ പറഞ്ഞു ഞാൻ. എന്നിട്ട് ഞാൻ ആരും അറിയാണ്ട് മെല്ലെ പോയി, കയ്യിൽ മുണ്ടൊന്നും പിഴിയാൻ വയ്യ, മകനെയും കൂട്ടിപ്പോയി അയാളെ കൊണ്ട് മുണ്ട് പിഴിപ്പിച്ച് തല തോർത്തി തട്ടുകൊടുത്ത് ശ്രീലകത്ത് പോയി വിളക്ക് വെച്ചു അഷ്ടമിരോഹിണിക്ക്. അപ്പോൾ അത് അങ്ങനെ ഇതൊക്കെ അതാ പറഞ്ഞത്, എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്നൊക്കെ അതിജീവിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാറുണ്ട്. ഇത് ഇന്ന് വരെയും അനുഭവിച്ചു എന്നാലും. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ വേറെ അനുഭവം കൂടി പറയാം. കൊറോണ കാലത്ത് വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. വല്ലാതെ വേദനിപ്പിച്ചതാ, കുറച്ചല്ല, ഒരു വല്ലാത്തൊരു വേദനയായിരുന്നു അത്. എന്തായിരുന്നു വേദന വെച്ചാൽ, ഞാൻ കൊറോണയായ അന്ന് മുതൽ അമ്മ പറഞ്ഞു, ആപത്ത് വരുമ്പോൾ സഹസ്രനാമം ജപിച്ചാൽ മതി എന്ന് അച്ഛൻ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ ആപത്തിൽ നിന്ന് മോചനം ഉണ്ടാവാനുള്ള ഒരു ഇതാണ് സഹസ്രനാമ ജപം. അപ്പോൾ അത് കേട്ട് ഞാൻ എല്ലാ ദിവസവും പോയി സഹസ്രനാമം ജപിക്കും അമ്പലത്തിൽ. ഗുരുവായൂർ അമ്പലത്തിൽ പോവാലോ. അതെന്നെ മുടക്കി, അങ്ങോട്ട് വരാൻ പാടില്ല പറഞ്ഞു. എന്താ കാരണം ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഒരു വേദനിപ്പിക്കുന്നൊരു വിവരമായിരുന്നു അത്. അതിന് പല കാരണങ്ങളുണ്ടാവും. എന്നെ രക്ഷിക്കാൻ വേണ്ടി, ഞാൻ എന്നെ രക്ഷിച്ചാന്നും വിചാരിക്കണില്ല കേട്ടോ. ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത് തന്നെയാണ്. വേറെ എന്തോ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇങ്ങനൊരു കാരണം ഉണ്ടാക്കി എന്നല്ലാതെ എന്നെ ഇഷ്ടമില്ലാതെ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നോട് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ഞാൻ അത്ര കണക്കിലെടുത്തിട്ടില്ല. പക്ഷേ വരാതെ ഇരുന്നപ്പോൾ എനിക്ക് വലിയ വേദന ഉണ്ടായി, വരണ്ട എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു, വളരെയധികം വേദനിച്ചു. ഈ ഗുരുവായൂരപ്പൻ അവിടെ വരണ്ട എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആരോടാ പോയി പറയുക നമ്മുടെ ദുഃഖം എന്നുള്ളൊരു വലിയ മനപ്രയാസം ഉണ്ടായി. ആ പ്രയാസം അവിടെയാണ് എന്നെ ഞാൻ ശിക്ഷിച്ചതല്ല, ഗുരുവായൂരപ്പൻ രക്ഷിച്ചതാണ് എന്ന് പറയണ കാരണം.
ഞാൻ നേരെ ഇവിടേക്ക് ഈ പെരുന്തട്ട ശിവക്ഷേത്രത്തിലേക്ക് വന്നു. ഇവിടെ പിന്നെ ആരും തടയില്ലല്ലോ, കാരണം എത്ര കൊറോണ ഉണ്ടെങ്കിലും എന്നെ മഹാദേവൻ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലും ഉറപ്പിലും ഞാൻ ഇവിടെ വന്നു. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ വന്നു. രാവിലെ നേരെ ഇവിടെ വന്നു, കുളിച്ചു, ധാര കഴിച്ചു, പൂജ കഴിച്ചു. അന്ന് മേശാന്തിയോട് ഞാൻ പൂജ കഴിച്ചോളാം പറഞ്ഞു. പൂജ കഴിച്ചു. ഞാൻ ഏകദേശം വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ജപിച്ചിരുന്നു, എങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങിയില്ല. അന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വാർത്തകളൊക്കെ മാറി തുടങ്ങി. ഞാൻ അമ്പലത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തിയെന്നും എന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പ്രചരണം തുടങ്ങി. വല്ലാത്തൊരു ഭീതി പരത്തിക്കൊണ്ടായിരുന്നു. ഉടനെ അറസ്റ്റ് ചെയ്യും എന്നാണ് ന്യൂസ്. എന്താ ചോദിച്ചാൽ ആർക്കും അറിയില്ല. അമ്പലത്തിൽ ഭജന പാടിയ അതൊന്നും പാടില്ലല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടല്ലോ. അതാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ കൂടി വന്ന് പറഞ്ഞു, എന്താ അച്ഛൻ അറസ്റ്റ് ചെയ്യും പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രാവിലെ തൊട്ട് പെരുന്തട്ട അമ്പലത്തിൽ വന്നിരുന്നത് ആവാം ഒരു ധൈര്യം മനസ്സിൽ വന്നിട്ടുണ്ട്. ഗുരുവായൂരിൽ പോകുന്ന ഇവിടെയാണല്ലോ, മഹാദേവൻ്റെ അടുത്താണല്ലോ വന്നിരുന്നു. അപ്പം എനിക്ക് ധൈര്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അറസ്റ്റ് ചെയ്യട്ടെ. ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ, അദ്ദേഹം എന്താ തെറ്റ്, ഞാൻ അദ്ദേഹം തെറ്റ് ചെയ്തൊന്നും വിശ്വസിക്കണില്ല. അദ്ദേഹത്തിന് എന്നിട്ട് ജയിലിലിട്ടില്ലേ, അതിലും വലുതൊന്നും അല്ലല്ലോ ഞാൻ. അറസ്റ്റ് ചെയ്യട്ടെ, അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. അവർക്ക് സമാധാനിപ്പിച്ചു, കുട്ടികളൊക്കെ സമാധാനിപ്പിച്ചു, കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, ഒരു പരാതിയുണ്ട്, മൊഴി രേഖപ്പെടുത്താൻ വരണം. അപ്പോൾ വക്കീലിനോട് ചോദിച്ചാൽ വക്കീൽ പറഞ്ഞു, അങ്ങോട്ട് പോകുന്നു വേണ്ട. ഞാൻ പറഞ്ഞു, വക്കീൽ പോയില്ലെങ്കിൽ പിടിച്ചു വന്നാലോ, ഇവിടെ ഒന്ന് പിടിച്ചുണ്ടായാലോ ബുദ്ധിമുട്ടാവില്ലേ? അതുണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് അവിടെ നിന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കാം. ഉണ്ടെങ്കിൽ നോക്കണ്ടേ, ഇല്ലാണ്ട് നോക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ ഉള്ളതായിട്ട് നോക്കണോ, ഇല്ലാണ്ട് നോക്കണം. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ പോവാന്ന് ചോദിച്ചു സ്റ്റേഷനിലേക്ക്. എന്താ ചാവട്ടെ. അപ്പം മകൻ പറഞ്ഞു, ഞാനും ഒപ്പം വരും. നീ വന്നോ പറഞ്ഞു. ഞാനും മകനും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. മൊഴിയെടുക്കാനാണ് പറഞ്ഞു. ഞാൻ ഷർട്ടൊന്നും ഇട്ടില്ല, എങ്ങനെ തന്നെയാണ് പോയത്. ഇനി അറസ്റ്റ് ചെയ്യാച്ച എങ്ങനെയാണ് കൊണ്ടുപോട്ടെ വിചാരിച്ചിട്ട് എന്താ വെച്ചല്ലേ അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ പോലീസുകാരൊക്കെ നീറ്റ് നിന്ന് തൊഴുതു. അവർക്കൊക്കെ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി, ഇതൊന്നുമില്ല, അങ്ങ് തെറ്റൊന്നും ചെയ്തില്ല, ഞങ്ങൾക്കറിയാം, ഇതൊരു പരാതി വന്നപ്പോൾ ഒരു മൊഴിയെടുത്ത് വിടാനാണ്, ഒന്നും ചെയ്യാനില്ല പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ മൊഴിയെടുത്തു കഴിഞ്ഞെന്നും പറഞ്ഞു, പൊക്കാനും പറഞ്ഞു. ഇതേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് ഒരു പക്ഷേ മഹാദേവൻ്റെ അടുത്തേക്ക് എത്തിച്ചുണ്ടാവുക നിനക്കൊന്നും പറ്റാതെ നോക്കേണ്ട ചുമതല എൻ്റെയാണ്. അപ്പോൾ നീ ഇന്ന ദിക്കിൽ പോയിരിക്കേ എന്ന് പറഞ്ഞതാവാം, എനിക്കറിയില്ല. അങ്ങനെ അതൊരു വല്ലാതെ വേദനിപ്പിക്കുന്ന നമ്മൾ കുറച്ച് ദിവസങ്ങളോളം മനസ്സിന് അലട്ടിയുണ്ടായിരുന്നു. പക്ഷേ ആ അലട്ടലൊക്കെ ഇവിടെ വന്നിരുന്നപ്പോൾ ഒക്കെ മാറിക്കുക. ഈ പ്രശ്നമൊന്നുമില്ല, ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരാളെ അടിച്ചു വെച്ചാൽ എനിക്ക് വിഷയമൊന്നുമില്ല. അടിച്ചോട്ടെ, ഞാൻ അങ്ങനെ അടിക്കൊന്നുമില്ല, എനിക്ക് അങ്ങനെ അടിക്കണം തോന്നുന്നില്ല എന്നർത്ഥം. അങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ എവിടെ അപകടങ്ങൾ വന്നാലും അനവധി കാര്യങ്ങളുണ്ടെങ്കിലും ഈ മഹാദേവൻ ഗുരുവായൂരപ്പനും കൂടിയാൽ ശിക്ഷിക്കൊന്നുമില്ല, രക്ഷിക്കുന്നേ സംശയമൊന്നുമില്ല. എങ്ങനെയാണ് രക്ഷിക്കുക വെച്ചാൽ അവനവന് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെയൊക്കെ രക്ഷിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ കഥകൾ ഈ പ്രവൃത്തിയെടുക്കുക എപ്പോഴും ഇന്നും പ്രവൃത്തിയെടുത്തിട്ടുണ്ട്. 63 വയസ്സായി ഇപ്പോഴും പ്രവൃത്തിയെടുക്കുന്നുണ്ട്, വിഷമമൊന്നുമില്ല. അനവധി മഹാരുദ്രങ്ങൾ നടത്താൻ പറ്റി മഹാദേവന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന് മകനും മകളൊക്കെ ഉണ്ടായി, അവരുടെയൊക്കെ കുടുംബജീവിതമായി. എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് ഇനി ഒരു വലിയ നേട്ടം വേണമെന്നൊന്നുമില്ല, അതൊക്കെ ഉള്ളൂ. പക്ഷേ ഗുരുവായൂരപ്പനെ മറന്നിട്ടോ ഗുരുവായൂരപ്പനെ വിട്ടിട്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗുരുവായൂരപ്പനെ അറിയാണ്ടേ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം അറിയാണ്ട് ഞാനൊന്ന് ചെയ്യണം വിചാരിച്ചാൽ പറ്റില്ല അർത്ഥം. അദ്ദേഹം അറിയും. അദ്ദേഹം രക്ഷിക്കാത്ത ഒരു വിഷയം ഉണ്ടാവില്ല, അദ്ദേഹം വലുതാക്കാത്ത വിഷയം ഉണ്ടാവില്ല. എവിടെ എത്തിയാലും അദ്ദേഹം വലുതാക്കും. ഈ ഭക്തനെ വലുതാക്കുന്നത്, അവനവൻ്റെ ആളുകളെ വലുതാക്കുന്നത് അദ്ദേഹത്തിനെ പോലെ ഇഷ്ടമുള്ള ഒരാൾ വേറെ ഇല്ല. അർജുനനെയൊക്കെ വലുതാക്കി എവിടെ വരെ എത്തിച്ചിട്ടുണ്ട് അർജുനനെ, നമ്മൾ കഥകൾ കേട്ടതല്ലേ. അങ്ങനെ ഓരോ ആളുകളെയും വലുതാക്കി കൊണ്ടുപോകണ ഒരു അനുഭവം, അതിൻ്റെ ഒരു അനുഭവം കൂടി പറയും. വലുതാക്കിയ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞങ്ങളുടെ കൃഷാന്തിക്കാരുടെ ഇടയിൽ നിന്ന് ഒരു സ്വാമിയാരുണ്ടായി, സന്യാസം. ഞങ്ങളുടെ സന്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന സന്യാസ സമ്പ്രദായമല്ല. ഇതൊക്കെ മഠത്തിലൊക്കെ പോയാലേ മനസ്സിലാവുള്ളത്. ആകെ അങ്ങനത്തെ സന്യാസിമാർ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ കേരളത്തിൽ തന്നെ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇപ്പം അടുത്ത കാലത്തുണ്ടായ അനവധി സ്വാമിമാരുണ്ടായിട്ടുണ്ട് പൂർവികമായിട്ട്. ഇദ്ദേഹം സ്വാമിയാരായിട്ട് തൊഴാൻ വന്ന് എന്നെ വലിയ ഇഷ്ടമാണ്. രാമ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അങ്ങനെയൊക്കെയുള്ള ആളാണ്.
എനിക്ക് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമാണ്. അദ്ദേഹം തൊഴാൻ വന്നപ്പോൾ ഈ അകത്ത് കടന്നത് അനധികൃതമാണ് പറഞ്ഞിട്ട് എന്തോ വിഷയം ഉണ്ടാക്കി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർ. അതിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. അപ്പോൾ അദ്ദേഹം എന്നെ രാത്രി വിളിച്ച് ചോദിച്ചു, രാമ എനിക്കിപ്പോൾ നാളെ തൊഴാൻ തരാവില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, തൊഴാൻ തരാവും. അപ്പോൾ അദ്ദേഹം ഉണ്ടായ വിഷമങ്ങളൊക്കെ പറഞ്ഞു എന്നോട്. സാറില്ല പറഞ്ഞ് പിറ്റേന്ന് തൊഴിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കതിലൊരു വിഷമം ഉണ്ടായി. അദ്ദേഹത്തിനെ അങ്ങനെ വിഷമിപ്പിച്ചുകൂലോ, സ്വാമിയാരെ വിഷമിപ്പിച്ചുകൂലോ, അതൊരു കീഴ്ശാന്തി സ്വാമിയാരായതുകൊണ്ടാവുമോ എന്നൊരു മനപ്രയാസം അദ്ദേഹത്തിനോടും പറയാൻ വയ്യല്ലോ. അവിടെ നിന്നല്ല അതിൻ്റെ ഒരു മാറ്റം കണ്ടത്. ഇത് കഴിഞ്ഞ് അതിവിദൂരത്തല്ലാതെ ഒരു അഷ്ടമംഗല പ്രശ്നം നടന്നു ഗുരുവായൂരമ്പലത്തിൽ. അപ്പോൾ സ്വാമിയാരുടെ മനസ്താവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ സദസ്സെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ സ്വാമിയാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഉറപ്പാ. കാരണം എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഒരു വിഷമവും ഇല്ലാണ്ട് ഞാൻ തൊഴിച്ചെന്നുള്ളത് തൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തൊഴിച്ച് കൊടുക്കലല്ല, മനസ്സിൽ ഇങ്ങനെ ഒരു കുണ്ഠിതം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വേറെ എത്രയൊക്കെ വേറെ അങ്ങനെ വെറുതെ മനസ്സിൽ വിഷമം ഉണ്ടായാൽ അത് ശാപമായിട്ട് മാറും, അത് പാടില്ല. അപ്പോൾ അതിനെന്താ വേണ്ടത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വെച്ച് നമസ്കാരം ചെയ്ത് സംസ്ഥാപനാഥം പറയും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ദേവസ്വക്കാർ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു, അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാനൊപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ അന്ന് വിളമ്പി കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്, ഊണഴിക്കാനായിട്ട് അമ്പലത്തിൽ. അവസാനം അദ്ദേഹത്തിനോട് മല്ലിശ്ശേരി തന്ത്രി നമ്പൂരിയാണ്, തന്ത്രി ഹരി നമ്പൂരിയാണ് ചോദിച്ചു, എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല വിഷമമുണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ മാറി എന്ന് പറഞ്ഞു. അവിടെയല്ല അതിൻ്റെ കേമത്തേ. ഈ മല്ലിശ്ശേരിയും തന്ത്രിയും ഊരാളിനും ഈ അഡ്മിനിസ്ട്രേറ്ററും ഇല്ലേ, ചെയർമാനും കമ്മിറ്റിക്കാരൊക്കെ കൂടിയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നില്ലേ എൻ്റെ ഭക്തനെ. ഇതിലും കൂടുതൽ വലുതാക്കുക എങ്ങനെയാണ്? എൻ്റെ ഭക്തനെ വലുതാക്കുക? എൻ്റെ കുട്ടികളെ വലുതാക്കാൻ ഇതിൽ വേറെ ഒന്നും വിധത്തിലും വലുതായിട്ടൊന്നുമില്ല എന്ന് കാണിച്ചു തന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം സമാധിയായി, ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. അതുവരെ അദ്ദേഹം ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു അനുഭവം, ഭക്തനെ വലുതാക്കുന്ന ഗുരുവായൂരപ്പനാണ് എന്നുള്ള ഒരു അനുഭവം. അത് എന്നെ വലുതാക്കിയല്ലോ, എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയില്ലേ. അപ്പോൾ ആളുകളായിട്ട് അറിയുന്നൊരു രൂപത്തിലാക്കിയതും ഗുരുവായൂരപ്പനാണ്, ഇതും ഗുരുവായൂരപ്പനാണ്. പിന്നെ ഗുരുവായൂരമ്പലത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ ശിവേലിക്ക് തടമ്പെടുത്ത് എഴുന്നള്ളിക്കലാണ്. അതും ഒരു 6-7 പ്രാവശ്യം ടൈമിൽ എനിക്ക് തരായി, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എടുക്കാനും എടുത്ത് കൊണ്ട് നടക്കാനും അവസാനിപ്പിക്കാനും കഴിഞ്ഞു. ഇനിയിപ്പോൾ 10-60 വയസ്സ് ഇനി വേണ്ട, ഇനി കുട്ടികളെ നമുക്ക് ചെയ്യേണ്ടതില്ല. ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറഞ്ഞിരുന്നാൽ 365 ദിവസം മതിയാവില്ല പറയാൻ. ഓരോ സെക്കൻഡും അനുഭവങ്ങളാണ്. ഇന്ന് ഈ അങ്ങയുടെ ഒരു ചാനൽ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ എന്താ കാരണം? ഗുരുവായൂരപ്പനാണ്. ഇല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. അനവധി കീഴ്ശാന്തിക്കാരുണ്ടല്ലോ, അനവധി ആളുകളുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല, അനവധി ആളുകളുണ്ട്. എന്നെ അറിയാത്ത ഒരാൾ വന്നിട്ട് എന്നോട് പറയുകയാണല്ലോ എന്തെങ്കിലും പറയണം എന്നുള്ളത്. അപ്പോൾ അതന്നെ ഒരു അനുഭവമല്ലേ? കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ ഇതുണ്ടാവാൻ പോകണില്ലല്ലോ. അങ്ങനെ അനുഭവങ്ങൾ ഞാൻ പിന്നെ ഒന്ന് പറയാനുള്ളത്, എൻ്റെ കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂരമ്പലം. ഇന്നത്തെ തിരക്കൊന്നുമില്ലല്ലോ. ഈ ഓടിക്കളിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഞാൻ എപ്പോഴും പറയേണ്ടതാണ്, അതിലൊരു ഉണ്ണിയായ ഗുരുവായൂരപ്പൻ ഉണ്ടാവും ഞങ്ങളുടെ ഒപ്പം. ഞങ്ങൾ കളിച്ച് നടക്കുകയാണ്. ആ കളിച്ച് നടക്കുന്നതിൽ ഞങ്ങളുടെ ഒരു ഉണ്ണിയായ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടാവും. ആ ഉണ്ണിയായ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ഉണ്ണിയാണ് ഗുരുവായൂരപ്പൻ. ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങനെ ഒരു ബന്ധമാണ്. അത് ഒരു കാലത്തും ഇല്ലാണ്ട് ആവില്ല എന്നാണ് എൻ്റെ വിഷയം. ഇല്ലാണ്ട് ആവരുത് എന്നുമാണ് എൻ്റെ പ്രാർത്ഥന. ഗുരുവായൂരപ്പൻ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.